ആദ്യം തന്നെ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ മുട്ട പൊട്ടിക്കുക. എന്നിട്ട് അത് തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് മുകളിലേക്ക് ഡിറ്റ് ചെയ്ത് കയറ്റുക. എന്നിട്ട് ചുമ്മാ ഇളക്കുക തിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുരുമുളകൊക്കെ ഇടണം. ഇത് കുരുമുളകാണ്. ഉപ്പിട്ടു. പിന്നെ മെല്ലെ അടച്ച് വെക്കുക. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ട ബ്രെഡ് ഇതാണ്. ഇത് ഒക്കെ ആയിട്ടുള്ളൊരു ബ്രെഡാണ്. മീൻസ് അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പെസ്തോ അറിയില്ല നിങ്ങൾക്ക്? പെസ്തോൻ്റെ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെസ്തോൻ്റെ ജനുവരി നന്നിട്ടുള്ളൊരു സോസാണ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാദ്യം ഈ ബ്രെഡ് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കുക. ഇപ്പോൾ നമുക്ക് ബ്രെഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പെസ്തോ തുറക്കുക. വാട്ട് വി ഹാവ് ടു ഡു ഈസ് ഇങ്ങനെ തേക്കുക. ഇങ്ങനെ തേച്ച് കുട്ടപ്പനാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ. ആൻഡ് അടുത്ത സൈഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കോർക്കാണ്. അതും ഉണ്ട്. സോ നമ്മൾ കോർക്ക് കുറച്ചെടുക്കുക. കുറച്ച് പോയിണ്ട് മൈൻഡ് ആക്കണ്ട. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുക. ഓക്കെ. അതവിടെ മാറ്റി വയ്ക്കുക. ഓംപ്ലേറ്റ് എൻ്റെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് ഈ ഓംപ്ലേറ്റോട് പ്ലേസ് ചെയ്യുക. ഓക്കെ. സിമ്പിൾ. ഈ സാധനം നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറഞ്ഞിട്ട് പിക്കിൾ. ഇത് കുക്കുംബർ കട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ 2 ചെറിയ പീസ് വയ്ക്കുക. വേണ്ടവർക്ക് സോസ് ഒഴിക്കുക. വെജിറ്റബിൾസ് വേണ്ടവർക്ക് വെജിറ്റബിൾസ് ഇടാം. വേറെ എന്ത് വേണമെങ്കിലും ഇടാം. ആൻഡ് ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാം. ലൈക്ക് 1 2 ഇത് കഴിക്കാം. ഇത് നോക്കാം. And what you have to do is close this one. ഇതാണ് നമ്മുടെ ലഞ്ച്. ട്രൈ ചെയ്ത് നോക്കിയോ? ഈ ഒരു സാധനത്തിൻ്റെ തന്നെ വെറൈറ്റി ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് പരീക്ഷിക്കാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം പറഞ്ഞു തന്നാൽ മാത്രം. താങ്ക് യു.